നടി ആക്രമിച്ച കേസിൽ 6 പ്രതികളുടെ ശിക്ഷാവിധിയിന്മേൽ അല്പസമയത്തിനകം വാദം കേൾക്കൽ ആരംഭിക്കും. ജഡ്ജി അണിയം വർഗീസ് അല്പസമയത്തിനകം 1 മണിക്കൂറിന് ശേഷം ശിക്ഷാവിധിയിന്മേൽ വാദം കേൾക്കും. പരമാവധി ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. രാഗിൻ വിധി ഉച്ചയ്ക്ക് ശേഷമാകുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒന്ന്, എന്തൊക്കെ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കാം? കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്, മറ്റ് തട്ടിക്കൊണ്ടുപോകലടക്കം, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള മറ്റു കുറ്റങ്ങളുണ്ട്. പരമാവധി എത്ര ശിക്ഷ പ്രതീക്ഷിക്കാം? പരമാവധി ജീവപര്യന്തം ശിക്ഷയാണ് ഈ കേസിൽ പ്രതികൾക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് 376D കൂട്ട ബലാത്സംഗം ഈ കേസിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം അത്രത്തോളം ക്രൂരകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത്. അത് കോടതിയും ഇപ്പോൾ അത് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം ശിക്ഷയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതോടൊപ്പം പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന മറ്റു വകുപ്പുകൾ കൂടിയുണ്ട്. ഇതിലൊക്കെ തന്നെ ഓരോ വകുപ്പിലും കോടതി പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ വിധിക്കും. അതായത് ഇപ്പോൾ 120B ക്രിമിനൽ ഗൂഢാലോചന, അതിൽ എത്രയാണ് ശിക്ഷ എന്ന് കോടതി വിധിക്കും. അതോടൊപ്പം തന്നെ തടഞ്ഞു വയ്ക്കൽ, സ്ത്രീക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അവരെ തട്ടിക്കൊണ്ടുപോകൽ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള കുറ്റങ്ങളുണ്ട്. കൂടാതെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് പ്രതികൾ, അതുമായി ബന്ധപ്പെട്ട വകുപ്പുണ്ട്. അതോടൊപ്പം ഒരു കോമൺ ഇന്റൻഷനോട് കൂടി സെക്ഷൻ 34 ഒരു ജോയിന്റ് ലയബിലിറ്റി ഇവർക്ക് ബാധ്യതയാകുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള കുറ്റമുണ്ട്, അതിലുള്ള ശിക്ഷ വിധിക്കും. അതോടൊപ്പം IT ആക്ട് ഇതിൽ ഉണ്ട്. IT ആക്ട് സെക്ഷൻ 66 അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ കുറ്റത്തിലും കോടതി ഓരോ പ്രതികൾക്കുമെതിരെയുള്ള ശിക്ഷ വിധിക്കും. പക്ഷേ അതിലേറ്റവും കൂടുതൽ പരമാവധി ഏതാണ് വന്നിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും പരമാവധി ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന ഉതകുന്ന വകുപ്പ് എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗമാണ്. അപ്പോൾ ആ വകുപ്പിൽ എത്ര ശിക്ഷയാണ് പ്രതിക്ക് കിട്ടുക എന്നതായിരിക്കും ആ പ്രതിയുടെ ശിക്ഷ കാലയളവ് തീരുമാനിക്കുന്നതിൽ പ്രധാന ഘടകമാകുക. അതോടൊപ്പം തന്നെ ആ ശിക്ഷയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി സാധാരണഗതിയിൽ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വകുപ്പ്, അതിൽ കിട്ടുന്ന ശിക്ഷ ആ പ്രതിക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഇവരൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. പല പ്രതികളെല്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്. പല പ്രതികളും വർഷങ്ങളോളം കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ശിക്ഷ ഇതിൽ കുറച്ച് കിട്ടുകയും സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ടാണ് എത്രത്തോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കണക്കാക്കുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സായി വരുന്നത്. എന്തായാലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ വകുപ്പുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പ്രതികൾക്കെതിരെ. സാധാരണഗതിയിൽ അത്രത്തോളം ക്രൂരകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അന്ന് രാത്രി ഓടുന്ന വാഹനത്തിൽ കൊച്ചി നഗരത്തിലൂടെ നടിക്ക് നേരിട്ടത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള ആക്രമണമാണ്. അത് കോടതിയും സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് തിരിച്ചടി നേരിട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ, ആ കൊട്ടേഷൻ വാദം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ നടപടിക്രമങ്ങളിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിധിന്യായം പ്രോസിക്യൂഷൻ വളരെ കാര്യമായി തന്നെ ഉറ്റുനോക്കുകയാണ്. അതിലെന്തൊക്കെയായിരിക്കും കോടതി പറയുക, കോടതിയുടെ ബോധ്യങ്ങൾ ഈ ദിലീപിനെതിരെ അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെടാതിരിക്കാൻ പോകുന്നതിലുള്ള കാരണമെന്ത് എന്ന കാര്യമായിരിക്കും പറയുക. അത്രത്തോളം വിമർശനങ്ങൾ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നാൽ അത് പ്രോസിക്യൂഷനും തിരിച്ചടി തന്നെയാണ്. എന്നാൽ പോലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതി ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത് എന്ന ഒരു വാദമായിരിക്കും അവർ സ്വാഭാവികമായിട്ടും ഉയർത്തുക. മാത്രമല്ല, തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ ഇന്നതാണ്, അതൊക്കെ സ്റ്റാൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് മേൽക്കോടതിയെ സമീപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞൊരു 8 വർഷം തന്റെ കരിയർ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി താനും നിയമ പോരാട്ടത്തിന് പോകും എന്നാണ് ദിലീപുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അതിന് ആ ഉത്തരവും അവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് ഇനി മറ്റു കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും 6 പ്രതികളെ കോടതിയിലെത്തിച്ചു. ഇപ്പോൾ അവർ കോടതിയിലാണുള്ളത്. പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, അതോടൊപ്പം തന്നെ മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കെതിരെയുള്ള കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. അവരുടെ അഭിഭാഷകരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ആളുകളും, അതായത് പ്രോസിക്യൂട്ടർ അജകുമാർ, അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് ഉൾപ്പെടെയുള്ളവരും കോടതിയിൽ എത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 10 പ്രതികളെ പ്രോസിക്യൂഷൻ ഫ്രെയിം ചെയ്തു. പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ അവർക്കെതിരെയുള്ള തെളിവുകൾ നിരത്തി. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 പേർ വിട്ടുപോയ ഒരവസ്ഥയുണ്ടായി. ഈ 6 പേർക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ മറ്റു പ്രതികളെ കൂടി ഈ കേസിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ
നീക്കങ്ങൾ മേൽക്കോടതിയിൽ അവർ ശ്രമിക്കും. ഉറപ്പാണ് ഇത് സുപ്രീം കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സുപ്രീം കോടതി വരെ ഓൾറെഡി ഈ കേസിന്റെ വിവിധ വശങ്ങൾ പോയിട്ടുണ്ട്, പല കാര്യങ്ങളും പോയിട്ടുണ്ട്. അതിൽ CBI എൻക്വയറി വേണമെന്ന ആവശ്യം അടക്കം പല ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് അതോടൊപ്പം നടിയും പല ആവശ്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. ഇതൊക്കെ തന്നെ സുപ്രീം കോടതി വരെയൊക്കെ പോയ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം സുപ്രീം കോടതി ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ചിരുന്നു, ഇതിൻ്റെ വിചാരണ നടപടിക്രമങ്ങൾ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും കോടതി നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിച്ചു, കേസ് വിളിച്ചു. അതിനുശേഷം കോടതി പറഞ്ഞത് മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷം ഈ കേസിൽ ശിക്ഷയിന്മേലുള്ള വാദം നടത്താം എന്നതാണ്. ഇതോടൊപ്പം ദിലീപും മറ്റൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഈ പാസ്പോർട്ട് ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്, അത് വിട്ടുകിട്ടണം എന്നതാണ് ദിലീപിന്റെ ആവശ്യം. തന്നെ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ അത് വിട്ടുകിട്ടണം എന്നതാണ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. അതും കോടതി പരിഗണിച്ച് അതിലും കോടതി തീരുമാനമെടുക്കും. എന്തായാലും ഇനിയും അല്പസമയം കൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ നീളും എന്നതാണ് വ്യക്തമാകുന്നത്. പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയും പരിഗണിക്കുന്നുണ്ട് വിചാരണ കോടതി. 6 പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദമാണ് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ, വിചാരണ കോടതിയിൽ നടക്കേണ്ടത്. 1-ാം പ്രതി പൾസർ സുനിയാണ് അതിക്രൂരമായ ഈ കുറ്റകൃത്യം ഓടുന്ന വാഹനത്തിൽ വെച്ച് ചലച്ചിത്ര താരത്തെ ബലാത്സംഗം ചെയ്ത് വീഡിയോ ചിത്രീകരിച്ചത് പൾസർ സുനിയാണ്. പൾസർ സുനി, അതുപോലെ തന്നെ വാഹനം ഓടിച്ച മാർട്ടിൻ ആന്റണിയാണ് ചലച്ചിത്ര താരത്തെ തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്ത് എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്. മാർട്ടിൻ ആന്റണി പിന്നീട് പ്രതികളുമായി ഗൂഢാലോചന നടത്തി ആക്സിഡന്റ് ഉണ്ടാക്കുകയായിരുന്നു. മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ്, ഈ പ്രതികളുടെ ശിക്ഷാവിധിയാണ് വരേണ്ടത്. അല്പസമയത്തിനകം കോടതി മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ ശിക്ഷാവിധിന്മേൽ വാദം നടക്കും. അതിനുശേഷമായിരിക്കും ഉത്തരവ് പറയുക.